തൃശൂരിലെ IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം തിങ്കളാഴ്ച. പദ്ധതിയിലൂടെ മാലിന്യമലയായിരുന്ന ലാലൂരിന്റെ സമഗ്ര വികസനത്തിനാണ് വഴി തുറക്കുന്നതെന്ന് മേയർ MK വർഗീസ്. ഇൻഡോർ സ്റ്റേഡിയം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ കോർട്ടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്, പ്രാക്ടീസ് പൂൾ, പവലിയൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിങ്ങനെ കായിക ലോകത്ത് സാംസ്കാരിക നഗരിയുടെ തലയെടുപ്പ് കാട്ടാൻ ഒരുങ്ങുകയാണ് തൃശൂരിന്റെ അഭിമാനമായ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സ്. മാലിന്യക്കൂമ്പാരമായിരുന്ന ലാലൂരിൽ 50 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി സംസ്ഥാന കായിക വകുപ്പും തൃശൂർ കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ തൃശൂരിനെ കായിക കേന്ദ്രമായി മാറ്റുകയാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. കോംപ്ലക്സിനകത്ത് 5000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം അതിനകത്തുണ്ട്. ടെന്നീസ് കളിക്കുന്നതിനും വോളിബോൾ കളിക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം അതിനകത്ത് തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് നമുക്കറിയാം ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ സ്ഥാപിതമായിട്ടുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഇനി അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ ഒരു ഫുട്ബോൾ ഹബ്ബ് ഈ പറയുന്ന സ്പോർട്സ് കോംപ്ലക്സ് അടക്കം വരുമ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇനി ഫുട്ബോളിനോടുള്ള സ്നേഹം പുതിയ തലമുറ വലിയൊരു നിരയിലേക്ക് ഉയരാനുള്ള സാധ്യതയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷകരമായി ജനങ്ങളിലേക്ക് എത്തിച്ച്. മൊത്തം 100 കോടി രൂപയുടെ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ റോഡും ആധുനിക രീതിയിലുള്ള താമസ കേന്ദ്രവുമെല്ലാം നിർമ്മിക്കും. കോംപ്ലക്സിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ K. രാജൻ, R. ബിന്ദു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. ചടങ്ങിൽ കായിക പ്രതിഭകളെയും ലാലൂർ സമര നേതാക്കളെയും ആദരിക്കും. തുടർന്ന് വിവിധ പരിപാടികളും IM വിജയൻ നയിക്കുന്ന ടീമും റെസ്റ്റ് ഓഫ് കേരളയും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സൈക്കിൾ റാലി, വിളംബര ഘോഷയാത്ര എന്നിവയും സംഘടിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തണമെന്ന ആഗ്രഹം IM വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിരുന്നു. ഇക്കാര്യം പുത്തൂരിലെത്തിയ മുഖ്യമന്ത്രിയെ നേരിട്ടും IM വിജയൻ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടക സമിതി. TCV തൃശൂർ.